മാത്രമാണ് പ്രകോപനം. ഇപ്പോൾ പാപ്പാന്മാർക്ക് കൂടുതൽ അടുത്തേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ എലഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ആ കാലിലെ കുരുക്ക് ആ കാലിൽ കുരുക്കിട്ടിരിക്കുന്നു. ആ കാലിൽ രണ്ടാമത്തെ കാലിലും ആനയുടെ പിൻകാലിലും ആ കുരുക്കിട്ട് ആനയെ നിയന്ത്രിച്ചിരിക്കുന്നു. അത് എങ്ങനെ ഇപ്പോൾ ആന കുരുക്ക് കെട്ടുന്നതിനുള്ള ശ്രമമാണ്. ആനയെ ഏകദേശം നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ ആന ആ കുരുക്ക് പൊട്ടിച്ചിരിക്കുന്നു. ആ തെങ്ങിൽ കെട്ടിയിരുന്ന കയർ വലിച്ചു പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന വിളക്ക് വലിച്ച് നിലത്തിട്ട് വീണ്ടും ആന ശ്രമിക്കുന്നത് അതിൻ്റെ കാലിലിട്ടിരിക്കുന്ന ആ കുരുക്ക് കുരുക്കിയെടുത്ത് ആന എറിയുകയും ചെയ്തിരുന്നു. വീണ്ടും ആന പഴയ പോലെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. വീണ്ടും സംസ്ഥാനവാദം ഉൾപ്പെടുന്ന ഭാഗത്തേക്കാണ് അത് നീങ്ങുന്നത്. ഏതായാലും ഇവിടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആനയെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാലിലിട്ടിരുന്ന കുരുക്ക് പൊട്ടിച്ചിരിക്കുന്നു. അത് വീണ്ടും കൊണ്ടുവരണം. അതായത് ഏകദേശം ഒരു 20-30 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് ആന നിലനിൽക്കുന്നത്. അതിൻ്റെ ചുറ്റും ആളുകൾ ഉൾപ്പെടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ മഹാദേവൻ എന്ന് പറയുന്ന ആനയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ആ ഇടഞ്ഞ് നിൽക്കുന്നത്. അതിൻ്റെ കാലുകളൊക്കെ കുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പിൻകാലുകൾ പിന്നിലെ വലത്തെ കാലുകൾ ഉൾപ്പെടെ പൊട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ചോര വരുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ആനയെ തളയ്ക്കാനായിട്ട് ഒരു കാരണവശാലും സാധിച്ചിട്ടില്ല. അവിടെ എലഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വീണ്ടും അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. നിലവിൽ ഇനി ഒരുപക്ഷെ അതിനെ മൈക്കോടി വെച്ചാണോ തളയ്ക്കാൻ സാധിക്കുക എന്നറിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ അവിടെയുള്ള ആനയുടെ ചുറ്റും നിൽക്കുന്നതിൻ്റെ പാപ്പാന്മാരും മറ്റുമാണ്. നേരത്തെ അതിനെ തളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ കാലിൽ കെട്ടിയ കയറാണ് അത് പൊട്ടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ആ ആന ഈ ക്ഷേത്രത്തിൻ്റെ വിശാലമായ മൈതാനത്ത് തന്നെ നിൽക്കുന്നതപ്പോൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിന് ചുറ്റും ഹൈലൈറ്റ് പിടിച്ച് മറിക്കാനുള്ളൊരു ശ്രമമാണ്. അതിൻ്റെ ചുറ്റും ഉള്ള ആ ഭാഗത്ത് ആളുകളെ ഉൾപ്പെടെ അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റുമൊക്കെ ഉള്ളത് ആ ചുറ്റുവട്ടത്തുമൊക്കെ വീടുകളുടെ മുകളിലും ആ മതിലിൻ്റെ അപ്പുറത്തുമൊക്കെ നിരവധി ആളാണ് നിൽക്കുന്നത്. ഏതായാലും ആനയെ നിയന്ത്രിച്ചയും മതിലിൻ്റെ ഈ ക്ഷേത്ര മൈതാനത്തിൻ്റെ നടുഭാഗത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ നിന്ന് ആനയെ തളയ്ക്കാനുള്ള ശ്രമം അത് നടത്തുന്നുണ്ട്. അതിൻ്റെ പാപ്പാന്മാർ നടത്തുന്നുണ്ട്. അത് ഓടിക്കുകയാണ്. അത് അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കാതെ അത് ആ പാപ്പാന്മാരെയൊക്കെ ഓടിക്കുകയാണ്. രണ്ടാമതും എലഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ വീണ്ടും ബൈക്കുകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന ബൈക്കുകൾ ഉൾപ്പെടെ ആണ് അത് ഇടിച്ച് മറിച്ച് ഇട്ടു നിലത്തേക്ക്. നേരത്തെ ഇതുപോലെ തന്നെ നിരവധി ബൈക്കുകൾ മറിച്ചിട്ടിരുന്നു. 2 കാറുകളും ഒരു വാനും അത് പൂർണ്ണമായി ഇടിച്ച് തകർക്കുകയും കുറ്റി മറിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പ്രകോപിതനായി ആ ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ചേർന്നിരുന്ന ബൈക്കുകൾ ഇടിച്ച് മറിച്ചിട്ടിരിക്കുന്നത്. നിലവിൽ ആന അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. പക്ഷേ ഈ കാഴ്ചക്കാരായി അതിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അത് അവിടെ വന്ന് ഇരുന്നൊക്കെയാണ് കാഴ്ച കാണുന്നത്. അവിടെ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ വന്നിരുന്ന് കാഴ്ച കാണാൻ വേണ്ടിയിരിക്കുന്ന ആളുകളൊക്കെയാണ്. അവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം 3 പേർ അവിടെ ഉത്സവപ്പറ ഗാനമേള കാണാൻ വന്നിരിക്കുന്ന പോലെയാണ് ആ 3 പേർ അവിടെ വന്നിരുന്ന കാഴ്ച കാണുന്നത്. അത്തരത്തിലുള്ള ആളുകളാണ് ഈ അപകടം വിളിച്ചു വരുത്തുന്നത്. അത്തരത്തിലുള്ള ആളുകളോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞിരുന്നുവെങ്കിലും അവരൊന്നും മാറിയിട്ടില്ല. നിലവിൽ അവരവിടെ വന്നിരിക്കുകയാണ്. ഇതിൽ വളരെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും ഗൗരവമായി ഇരുട്ടി